നമ്മൾ ദിവസവും സംസാരിക്കുന്ന മലയാളം അക്ഷരങ്ങളിൽ ചിലത് പല്ലിൽ മുട്ടിയും ചിലത് ചുണ്ടിൽ മുട്ടിയും ചിലത് തൊണ്ടയിൽ നിന്നുമാണ് വരുന്നത്. അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ രഹസ്യമാണിത്. മലയാളം കഠിനമാണെന്ന് പറയുന്നവർ ഇതൊന്ന് കേൾക്കൂ. വെറും ഒരു ചെറിയ സൂത്രവാക്യം കൊണ്ട് 25 അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനം നമുക്ക് പഠിച്ചാലോ? ക ചാ ത പ മാജിക്. അതറിയണ വേണ്ടയോ? ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ജീവനായ വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ചാണ്. വെറുതെ അക്ഷരങ്ങൾ കാണാതെ പഠിക്കുകയല്ല, അവ നമ്മുടെ ശരീരത്തിലെ ഏതേത് ഭാഗങ്ങളിൽ നിന്നാണ് ഉച്ചരിക്കുന്നത് എന്ന് വളരെ എളുപ്പത്തിലും രസകരമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. തുടങ്ങിയാലോ? കവർഗത്തിൽപ്പെടുന്ന ക ഖ ഗ ഘ ങ. അതിൽ ആദ്യത്തെ അക്ഷരമാണ് ക. പറഞ്ഞെഴുതുക. ക ക ക ക. എങ്ങനെയാണ്? ക. രണ്ടാമത്തെ അക്ഷരം ഖ. ഖ എഴുതാം. ഖ ഖ ക ഖ. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മുടെ ശബ്ദം പുറപ്പെടുന്നത് തൊണ്ടയിൽ നിന്നാണ്, ത്രോട്ടിൽ നിന്നാണ്. ക ഖ. ക എഴുതി. രണ്ടാമത്തെ അക്ഷരം ഖ. പറയൂ. ഖ. അടുത്തത് ഗ. ഗ ഗ. ഉച്ചത്തിൽ ഉച്ചരിച്ചു വേണം ബുക്കിലേക്ക് എഴുതേണ്ടത്. ഗ ഗ. മൂന്നക്ഷരം പഠിച്ചു. ക ഖ ഗ. അടുത്തത് ഘ. ഘ. ഉച്ചാരണത്തിൽ ശ്രദ്ധ വേണം. പറഞ്ഞെഴുതുക. മലയാളം അക്ഷരോച്ചാരക ഭാഷയാണ്. എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഭാഷ. അതുകൊണ്ട് വ്യക്തമായും ശുദ്ധമായും ഉച്ചരിക്കാൻ പഠിക്കുക. ഘ ഘ ഘ. അടുത്ത അക്ഷരം ങ. ങ ങ ങ. പറഞ്ഞെഴുതൂ. ആദ്യം പറയുക, എന്നിട്ട് ബുക്കിലേക്ക് ശ്രദ്ധാപൂർവം എഴുതുക. ങ ങ. എഴുതാൻ പഠിച്ചല്ലോ. ഇനി എല്ലാം ഒരുമിച്ച് എഴുതിയാലോ? ക ഖ. ക ഖ ഗ ഘ. ആദ്യം ഉച്ചരിക്കുക, എന്നിട്ട് എഴുതുക. ഗ ഘ. അടുത്തത് ങ. ക ഖ ഗ ഘ ങ. പറയൂ. ക ഖ ഗ ഘ ങ. എഴുതാൻ പഠിച്ചല്ലോ. ക ഖ ഗ ഘ ങ. ഉച്ചരിക്കാനും പഠിക്കുക, എഴുതാനും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്.